മലയാളിയുടെ നിലവാരമാണ് അവിടെ കുറയുന്നത്. മനസ്സിലായില്ലേ? അവരൊക്കെ അവിടെ ഉയർന്നു നിൽക്കും. അവിടെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ അദ്ദേഹം ദൈവമാണ്. അവിടെ അടിക്കുമ്പോൾ ഇവിടെ വിവാദമാവും. അവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിച്ചു തന്നെ ജയ് ബാലയ്യ എന്ന് പറയുന്നത്. കേരളത്തിൽ 10,000 രൂപയ്ക്ക് ജോലിയുണ്ട്, ഹൈദരാബാദ് 1,00,000 ജോലിയുണ്ട്. കുറച്ചുകൂടി സുഖവും സൗകര്യങ്ങളും ഹൈദരാബാദ് തരും. ഞാൻ ഈ പണിക്ക് ഇറങ്ങിയില്ലേ, ഇനിയിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറിയ വഴിയുള്ളൂ. എൻ്റെ അച്ഛൻ നായകനായിരുന്നു. അച്ഛൻ അംബിക, മേനക, ശ്രീവിദ്യ, ശാന്തികൃഷ്ണ, ജലജ എല്ലാവരും നായകനായിരുന്നു. അച്ഛൻ എന്നെ പോലെയല്ല, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ അനുഭവിച്ചൊരു ട്രോമയുണ്ട് ആ സമയത്ത്. അതായത് അച്ഛൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അച്ഛൻ്റെ ക്ലാസ്മേറ്റ്സ് അവരൊക്കെ വന്നിട്ട് നീ റോണീൻ്റെ മോനാ, നീ തീരെ പോരാ, അച്ഛനെ കണ്ടില്ല എന്താ രസം, അച്ഛൻ്റെ കണ്ണങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. മലയാള സിനിമയിലെ വില്ലനല്ല അവിടെ. ഇവിടുത്തെ ഈ ഡിഷും അടിയല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ശരിക്കും ചോര നീരായിട്ട് തന്നെ. ഞാനിപ്പോൾ ഈ അഖണ്ഡ 2 ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഇത്രയും ഭാഗം ഫുള്ള് അടി കൊണ്ട് കല്ലിച്ച് നീല കളറായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടിരുന്നത്. കാരണം അത് മേക്കപ്പ് അല്ല. നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാണ്. അതായത് അടി കിട്ടി ചോര നീരായിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. അശ്വിൻ കോക്ക് ഇങ്ങനെ പറഞ്ഞു. അശ്വിൻ കോക്ക് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നോട് പറയാണ്, അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ കണ്ടു, പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇനി എന്താ വേണ്ടതെന്ന്. അതായത് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ പോലെ ആയി. നായകനായ അച്ഛൻ്റെ വില്ലനായ മകനാണ് ഞാൻ. ഇൻ്റർവ്യൂ കൊടുക്കാൻ മാത്രം ഒരു വലിയ സംഭവമല്ല ബിഗ് ബോസ്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്നത്. PR മോശം എന്ന് പറഞ്ഞാൽ ടാലന്റ് ഇല്ലാത്ത ആൾ PR ചെയ്യണം. നിരവധി സീരിയലുകൾ, സിനിമകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലെ താരം റോൺസൺ വിൻസെന്റിന്റെ വിശേഷണങ്ങൾ ഏറെയാണ്. ഇപ്പോഴിതാ ബാലയ്യയുടെ അഖണ്ഡ 2 പ്രധാന വില്ലൻ ഇനി പ്രഭാസിന്റെ വില്ലനായി വരുന്നു. സമയം മലയാളത്തിൽ നമ്മോടൊപ്പം എന്നുള്ളത് റോൺസൺ വിൻസെന്റ് ആണ്. സ്വാഗതം. താങ്ക് യു. ബാലയ്യയുടെ പ്രധാന വില്ലനായിട്ടാണ് ഇപ്പോൾ താണ്ഡവയിൽ വരുന്നത്. ബാലയ്യ നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യൻ എന്നൊക്കെയാണ് മലയാളികൾ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്, അടുത്ത് കാണുമ്പോഴും അങ്ങനെ അഭിനയിക്കുമ്പോഴൊക്കെ ഉള്ളത്? അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാലയ്യ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു സൂപ്പർ ഹീറോ ആണ്. അതായത് മറ്റ് നടന്മാരുണ്ടെങ്കിൽ പോലും അവരൊക്കെ എന്ത് ചെയ്താലും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു നടൻ വന്നിട്ട് ഒരു 100 പേര് അടിച്ചിടാണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ട്. അതാണ് ഈ സൂപ്പർ ഹീറോ ഇമേജ്. അപ്പോൾ പുള്ളി ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അവിടെ ആൾക്കാർ ലോജിക്ക് നോക്കില്ല. അത് ബാലയ്യൻ്റെ മാജിക്കാണ്. അത് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, ബാലയ്ക്ക് അത്രയും പവർ ഉണ്ട് എന്ന് തന്നെയാണ് തെലുങ്കിലെ ആൾക്കാർ വിശ്വസിക്കുന്നത്. പുള്ളി അവിടെ ഗർജിക്കുന്ന ഒരു സിംഹമാണ്. അതെ. അത് ഈ പറഞ്ഞ പോലെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള പവറും എല്ലാം കൂടിയാണത്. പിന്നെ പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് അങ്ങനെയാണ്. ആ ബിൽഡ് ചെയ്തിരിക്കുന്ന ഇമേജ് അങ്ങനെയാണ്. ഒരു സ്ട്രോങ് ഇമേജാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് പുറമേ മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമ കണ്ടിട്ടുള്ള ഫാൻസ് മാത്രമല്ല, പുള്ളിയുടെ ആ ഒരു നല്ല മനസ്സും കൂടി കണ്ടിട്ടുള്ള ഫാൻസാണ്. പുള്ളിയുടെ അമ്മ പോയതിന് ശേഷം അമ്മയുടെ ഓർമ്മയായിട്ട് ഒരു ക്യാൻസറിൻ്റെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഫ്രീ ആയിട്ട് ആണ് ചികിത്സ നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ തീർന്നു. ആ ഒരു വ്യക്തിയെ ചികിത്സിച്ച് തന്നെ അവരെ വീടിൻ്റെ അവസ്ഥ തീർന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ആര് പോയാലും അവിടെ ഒരു ഫ്രീ ആയിട്ടൊരു ചികിത്സ ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് അതുപോലും മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ മലയാളികൾ ഇദ്ദേഹത്തിനെ ട്രോൾ മെറ്റീരിയലായിട്ട് കാണുന്നത്. അപ്പോൾ മലയാളിയുടെ നിലവാരമാണ് അവിടെ കുറയുന്നത്. മനസ്സിലായില്ലേ? അവരൊക്കെ അവിടെ ഉയർന്നു നിൽക്കും. അവിടെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ അദ്ദേഹം ദൈവമാണ് അവിടെ. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മൂപ്പര് ഇറങ്ങി വരിക അവിടെ സ്റ്റേജിൽ നിന്ന്. അപ്പം പുള്ളിയുടെ ഒരു അടി കിട്ടാൻ വേണ്ടി, പുള്ളിയുടെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ അടിക്കും. അടിക്കുമ്പോൾ ഇവിടെ വിവാദമാവും. അവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിച്ചു തന്നെ ജയ് ബാലയ്യ എന്ന് പറയുന്നത്. ഒരു ദൈവതുല്യനായിട്ടാണ് എല്ലാവരും കാണുന്നത്. പുള്ളിയുടെ ഒരു ടച്ച് എന്ന് പറയുന്നത് അവിടെ അനുഗ്രഹമാണത്. ശരി. നമ്മളിപ്പം പിന്നെ ബാലയ്യൻ്റെ ഓരോ സ്റ്റേജ് പെർഫോമൻസും കാണുമ്പോൾ ഫോൺ എടുത്തെറിയുക, ഫോൺ ചെയ്യുക. പക്ഷെ നമ്മൾക്കൊക്കെ ഇത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ദർ ആർ സം പീപ്പിൾ ഹൈപ്പർ ആക്റ്റീവ്. ഈ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഈ ഏജിലും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹി ഈസ് മൈൻഡ് ബ്ലോയിങ്. അപാര വ്യക്തിയാണ്. കാരണം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും പുള്ളി ഒരു 10 ടേക്ക് എടുത്താലും പുള്ളിയുടെ എനർജി അത് തന്നെയാണ്. മനസ്സിലായി? പുള്ളി 65 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിയുടെ എനർജി ലെവലിൻ്റെ അടുത്ത്. പുള്ളി അത്രയും ഒരു ഓറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്.
ഒരു പ്രത്യേകത ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളി എങ്ങനെയാ കോ ആക്ടേഴ്സിനൊക്കെ കംഫർട്ട് ആക്കുക എങ്ങനെയാ? നമ്മളിപ്പം വീഡിയോസ് ഒക്കെ മെയിനായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പുള്ളി ക്യാരവൻ്റെ അകത്തൊന്നും ഇരിക്കില്ല. പുള്ളി ഒരു കസാര ഇട്ടിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ അവിടെ ഇരിക്കും. ഒരു ഫാൻ വെച്ചാൽ മതി, പുള്ളി അവിടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ബാ 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 എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക, സംസാരിക്കുക. ഇങ്ങനെ ചില്ലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലാതെ ഇവിടെ ഞാൻ പറയില്ലേ, ഇവിടെ അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നത് അത് നമ്മളെ നിലവാരമില്ലായ്മ എന്ന് പറയണം. ഒരു മലയാളിയുടെ നിലവാരമില്ലായ്മയാണ് എന്നുള്ള പറയണം. അല്ലാതെ പുള്ളി എന്താണെന്നുള്ള ശരിക്കും മനസ്സിലാക്കണം. റോൺസൺ ഇപ്പോൾ തെലുങ്കിലാണ് ഇപ്പോൾ കൂടുതൽ സിനിമ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതും കൂടി ആകുമ്പോൾ തെലുങ്കിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, മലയാളത്തിൽ ചെയ്തിട്ടില്ല. സിനിമയൊന്നും ചെയ്തിട്ടില്ല. 4-5 സിനിമ ആയി തോന്നുന്നു. ഈ സിനിമ കൂടി ആകുമ്പോൾ 5 സിനിമകൾ കുറേ ഉണ്ട്. നമ്മൾ വിക്കിപീഡിയ നോക്കുമ്പോൾ 5 സിനിമ. എങ്ങനെയാ തെലുങ്കിലേക്ക് എങ്ങനെയാ ആദ്യമായിട്ട് പോകുന്നത്? ആദ്യമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ IT സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഫിസിക്കലി കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒന്ന് ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആയതിനു ശേഷം ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫാഷൻ ഷോ നടക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ വന്നിട്ട് ആ ഷോ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രവിബാബു എന്നാണ്. രവിബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ നടൻ ചലപതി റാവുവിൻ്റെ മകനാണ്. ഇദ്ദേഹം ഒരുപാട് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അനസൂയ, മനസാര, അങ്ങനെ ഒത്തിരി പടങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ഷോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അഭിനയിച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മോഡലിംഗ് ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ വീട്ടുകാരെ ഒരു നിർബന്ധം കൂടിയുണ്ട് ഞാൻ സിനിമയിലേക്ക് വരണം എന്നുള്ളത്. അങ്ങനെ പോയിട്ടാണ് ആദ്യമായിട്ട് 2010 മനസാര എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും അഭിനയിക്കാനൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ അഭിനയിക്കാൻ അറിയാത്ത ഫസ്റ്റ് പടത്തിന് എനിക്ക് അവിടുത്തെ ഭരതമുനി അവാർഡ് കിട്ടി. മനസാര എന്ന് പറഞ്ഞ പടത്തിന് 2010. അതാണ് ഫസ്റ്റ് പടം. അപ്പോൾ ആ അവാർഡ് എനിക്കല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡയറക്ടർക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിക്കണം, എത്ര കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്ന് പറയുന്നത് ഡയറക്ടറാണ്. പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞുതരും. പുള്ളി ഒരു എന്താ പറയുക, മോഡേൺ രാജ്മൗലിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് പുള്ളി പറയും എന്തൊക്കെ വേണം. ഒരു സ്മൈലാണെങ്കിലും ഒരു ലുക്കാണെങ്കിലും എത്ര ഇൻറ്റൻസിറ്റി വേണം, എത്ര വേണം, എന്താണെന്നുള്ളതൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു പടത്തിൽ എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ ഒരിക്കലും കരുതില്ല. അത് ഡയറക്ടറുടെ ക്രെഡിറ്റാണ്, ഡയറക്ടറുടെ കഴിവാണ്. അപ്പോൾ ഈ അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ബാലയെയാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് തരുന്നത്. അതിനുശേഷം 15 വർഷത്തിന് ശേഷം ബാലയുടെ വില്ലനായിട്ട് അഭിനയിക്കാൻ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, മനസ്സിലായി? അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രഭാസിൻ്റെ കൂടെ ഇപ്പം വില്ലനായിട്ട് വരുന്നു, ബാലയുടെ കൂടെ വില്ലനായി നിന്നു. ഇപ്പം അതെന്താ തെലുങ്കിലേക്ക് മാത്രം, മലയാളത്തിലേക്ക് വരാതെ തെലുങ്കിലേക്ക് ഫസ്റ്റ് പോകാനുള്ള കാരണം? അതിപ്പോൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിൽ 10,000 രൂപയ്ക്ക് ജോലിയുണ്ട്, ഹൈദരാബാദ് 1 ലക്ഷത്തിന് ജോലിയുണ്ട്. കുറച്ചുകൂടി സുഖവും സൗകര്യങ്ങളും ഹൈദരാബാദ് തരും. ഫുഡും താമസവും കാര്യങ്ങളൊക്കെ ഹൈദരാബാദ് കൂടുതൽ തരും. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എവിടെ പ്രിഫർ ചെയ്യും? ശരിയാ. അത് ഞാനെന്നല്ല, ഇവിടുന്ന് പോയ എല്ലാ ആർട്ടിസ്റ്റുകളും, ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ എല്ലാ നടന്മാരും അങ്ങോട്ടേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് അവിടുത്തെ വാട്ട് ദേ പ്രൊവൈഡ്, ദ ഫെസിലിറ്റീസ് ദേ പ്രൊവൈഡ്, അതിൻ്റെയൊക്കെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിൽ ലാലേട്ടനൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്, അതുപോലെ പ്രഭാസ്, മെഗാതാരങ്ങളുടെ കൂടെയൊക്കെയാണ് ഇപ്പോൾ തെലുങ്കിൽ വേദി പങ്കിടുന്നത്. ഭയങ്കര ലക്കിയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അത് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ അഭിനയ കഴിവുള്ളത്, എന്നേക്കാൾ കാണാൻ ഭംഗിയുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. AVM സ്റ്റുഡിയോൻ്റെ മുന്നിൽ വർഷങ്ങളായിട്ട് ഒരു അവസരത്തിന് വേണ്ടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നും ഡയറക്ടേഴ്സിൻ്റെ പുറകെ ഓടുകയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ പുറകെ ഓടുകയാണ്, സ്ക്രിപ്റ്റും കൊണ്ട് ഓടുകയാണ്. ദേ ആർ ഓൾ ടാലൻറ്റഡ്. അവരൊക്കെ ദേ ആർ ബോൺ വിത്ത് ദ ടാലൻറ്റ്. പക്ഷെ അവർക്ക് അവസരങ്ങളില്ല. ലക്കാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. തീർച്ചയായും, ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തെലുങ്ക് തന്നെയാണോ ഇപ്പോൾ അങ്ങോട്ട് മുന്നോട്ടേക്ക് നോക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുന്ന പോലെ, അതായത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യലായിട്ടായാലും ടെക്നിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും. അപ്പോൾ നമ്മളെ പടങ്ങളൊക്കെ വലിയ പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ചെയ്യുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ.
ഇപ്പം ബാലയ്യ അതുപോലെ തന്നെ പ്രഭാസിനൊക്കെ വില്ലനായി. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹമുണ്ടോ എനിക്ക് ഈ ഒരു നടൻ്റെ വില്ലനാവണം, അങ്ങനെ എന്തൊക്കെ? എനിക്ക് എല്ലാ നടന്മാരും വില്ലനാവണം, എല്ലാ മെയിൻ താരങ്ങളുടെ വില്ലനാവണം. ഞാൻ ഈ പണിക്ക് ഇറങ്ങിയില്ലേ, ഇനിയിപ്പോ ഇറങ്ങിക്കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറിയ വഴിയുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ നടന്മാരുടെ വില്ലനാവും. പിന്നെ വില്ലൻ മാത്രമേ ചെയ്യൂ. അത് ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾ നടനാവണം, അങ്ങനെ ഒരു ഫെയിം കിട്ടണം എന്നൊക്കെ ആയിരിക്കും വിജയിക്കുക. റോൺസൺ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത് കേട്ടു, ഞാൻ വില്ലനെ ആവുള്ളൂ, എനിക്ക് വില്ലനാവണ്ട. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നായകനായിരുന്നു. അച്ഛൻ അംബിക, മേനക, ശ്രീവിദ്യ, ശാന്തികൃഷ്ണ, ജലജ എല്ലാവരും നായകനായിരുന്നു. അച്ഛൻ എന്നെ പോലെയല്ല, കാണാൻ നല്ല ഭംഗിയാണ്, ഗ്ലാമർ ആയിട്ടുള്ള ഒരാളാണ്. റോൺസനും അല്ല, നിങ്ങൾ പുകഴ്ത്തിയത് ഓക്കെ, പക്ഷെ അതല്ല കാര്യം. അതായത് എൻ്റെ അച്ഛനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ സമയത്ത് ഇദ്ദേഹം എല്ലാവരും നായകനുമാണ്. അപ്പം ഞാൻ അനുഭവിച്ചൊരു ട്രോമയുണ്ട് ആ സമയത്ത്. അതായത് അച്ഛൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അച്ഛൻ്റെ ക്ലാസ്മേറ്റ്സ് അവരൊക്കെ വന്നിട്ട്, നീ റോണീൻ്റെ മോനാ, നീ തീരെ പോരാ, അച്ഛനെ കണ്ടില്ല എന്താ രസം, അച്ഛൻ്റെ കണ്ണങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ച് എൻ്റെ ഗ്ലാമറിന് അല്ലെങ്കിൽ എൻ്റെ ലുക്കിന് എത്ര ഇതുണ്ടെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറ്റിയത് വില്ലനാണ് എന്ന് ഞാൻ തീരുമാനിച്ചു. വില്ലനാവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? വെറുതെ വില്ലനാവാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും വിചാരിക്കും വില്ലനാണെന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ പോയി നിന്നാവും വില്ലനാവുന്നുള്ളത്. മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യണം, വെപ്പൺസ് കൈകാര്യം ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തു. ടഫ് ലുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഫിസിക്കലി ട്രെയിൻ ചെയ്യാണ്. ഫിസിക്കലി നമ്മൾ ഫിറ്റ്നസ് ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പോലെ ഫൈറ്റ്സ് ചെയ്യാനാണെങ്കിലും ഇതൊക്കെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളിതെല്ലാം ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇത് വില്ലനാവുള്ളൂ. മനസ്സിലായി? കാരണം മലയാള സിനിമയിലെ വില്ലനല്ല അവിടെ. ഇവിടുത്തെ ഈ ഡിഷും അടിയല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ശരിക്കും ചോര നീരായിട്ട് തന്നെ. ഞാനിപ്പോൾ ഈ അഖണ്ഡ 2 ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഇത്രയും ഭാഗം ഫുള്ള് അടി കൊണ്ട് കല്ലിച്ച് നീല കളറായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടിരുന്നത്. കാരണം അത് മേക്കപ്പ് അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാണ്. അതായത് അടി കിട്ടി ചോര നീരായിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ചോര നീരായി പണിയെടുക്കുന്നത്, ആരും ചോര നീരായി പണിയെടുക്കുന്നില്ല, വില്ലന്മാർ മാത്രം പണിയെടുക്കുന്നുള്ളൂ. മനസ്സിലല്ലേ? നമ്മൾ ശരിക്കും ഈ പറഞ്ഞ പോലെ നടന്മാരൊക്കെ എപ്പോഴും സേഫ് ആണ് എന്നുള്ളതാണ്. നടന്മാർ മാത്രമല്ല, IT ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ബാക്കി എവിടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും സേഫാണ്. ഇതല്ല, ഇത് ആക്സിഡൻസ് മേ ഹാപ്പൻ, എപ്പോൾ വേണമെങ്കിലും പറ്റാം, അടി കിട്ടാം, ഒടിയാം. എൻ്റെ ഫസ്റ്റ് പടം മനസ്സാരൊക്കെ എനിക്ക് കാലൊടിഞ്ഞു പോയി പൈസയിൽ. അങ്ങനെ ഒരുപാട് പടങ്ങൾ. വില്ലനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കോക്കിൻ, നമ്മളെ കോക്ക് റിവ്യൂ പറയുന്ന കോക്കിൻ്റെ ഒരു വീഡിയോ, അതിൽ സിനിമയെക്കുറിച്ച് എന്താ പറയുന്നതിനപ്പുറത്തേക്ക് റോൺസൺ തെലുങ്കിന് അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തിന് പറ്റിയൊരു വില്ലനാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രിസിയേഷൻ. അതെ, അശ്വിൻ കോക്കിൻ്റെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ റിവ്യൂ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അശ്വിൻ കോക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പം അശ്വിൻ കോക്ക് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നോട് പറയാണ്, അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ കണ്ടു, പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇനി എന്താ വേണ്ടതെന്ന്. അതായത് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ പോലെ ആയി. പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് തുല്യെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് പുള്ളിക്ക് ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ടഫായിട്ട് നിൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി? ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ തുടങ്ങിയത് ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ IT സ്പോയിലായി പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പടം കഴിയുമ്പോൾ പരുക്ക് പറ്റും. പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ 3 മാസം ഫിസിയോതെറാപ്പിയാണ്. അതൊന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് വേണം പിന്നെ വീണ്ടും നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് വേണം ബോഡി ബിൽഡിംഗ് തുടങ്ങാൻ. മനസ്സിലായി? അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ IT ഫീൽഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അഭിനയം അല്ലായിരുന്നോ ആദ്യം മുതലേ ഉള്ള ഒരു പാഷൻ? അത് എങ്ങനെ അഭിനയം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടുന്നത്? മലയാളത്തിലായാലും തെലുങ്കിലായാലും അഭിനയം എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് പണ്ടേ ഇല്ല. എൻ്റെ അച്ഛൻ നടനാണ്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ വിൻസെൻ്റ് മാഷ് എന്ന് പറയുന്നത്, പുള്ളി ഭാർഗവ നിലയം, നീലക്കുയിൽ, നദി, തുലാഭാരം, ശ്രീകൃഷ്ണപ്പൻ, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ പുള്ളിയാണ് മലയാള സിനിമയുടെ ഒരു ഹെഡ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അജയൻ വിൻസെൻ്റ്, ജയനൻ വിൻസെൻ്റ്, ക്യാമറമാൻമാർ. പിന്നെ അച്ഛൻ്റെ ചേച്ചീൻ്റെ മകനാണ് ശേഖർ വി ജോസഫ്, ചന്ദ്രമുഖിൻ്റെ ക്യാമറമാൻ. പിന്നെ ബാഹുബലിൻ്റെ ആർട്ട് ഡയറക്ടർ സാബു സർല്. അപ്പോൾ ഇവരെല്ലാവരും അച്ഛൻ്റെ ഫാമിലി മൊത്തം സിനിമയിലാണ്. അപ്പം ഞാൻ മാത്രം സിനിമയിലല്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം എൻ്റെ അച്ഛനുണ്ട്. ഞാൻ ജോലി ചെയ്ത് നടക്കാനുണ്ടോ. അപ്പോൾ പുള്ളിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളി ഒരു 45 വർഷം മുന്നേ അവനെ നിർത്തിയ ഒരാളാണ്.
അപ്പോൾ പുള്ളിക്ക് മേ ബി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടാവാം, ആ ഒരു സംഭവം എന്നിലൂടെ കാണാൻ താല്പര്യം ഉണ്ടാവാം. അങ്ങനെ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു ആക്ച്വലി. അപ്പോൾ റോൺസൺ ലക്കല്ലേ? കാരണം സാധാരണ രീതിയിൽ ഒരു സിനിമാ ഫീൽഡിലേക്ക് ഒരാൾ പോകുമ്പോഴേ സാധാരണ ഇപ്പോൾ പുതുമുഖ നടന്മാരായാലും നടിമാരായാലും പറയും വീട്ടിൽ നിന്ന് ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയല്ല, നമുക്ക് സ്ഥിരമായ വരുമാനം കിട്ടില്ല. അപ്പോൾ IT ഫീൽഡിൽ നിന്നൊക്കെ വരുമ്പോഴേ പല ആൾക്കാരോട് അങ്ങനെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു റോൺസൺ ആ ഒരു ലക്കാണ്. കാരണം നമുക്ക് സിനിമയിലേക്ക് വരാം. അല്ല അതാണ് പറഞ്ഞത്. ഇപ്പോൾ അച്ഛനമ്മ ഡോക്ടറാണെങ്കിൽ മക്കളെ ഡോക്ടറാക്കണം എന്ന് പറയില്ലേ, അതേപോലെയാണ് സിനിമാക്കാരുടെ അവസ്ഥ. പണ്ട് നമ്മളെ మేనకాంటీൻ്റെ മോളൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ടായിരുന്നു, అందరింట్లో ఒక డాక్టర్ ఉన్నారు, അഡ്വക്കേറ്റ് ഉన్నారు, അല്ല അങ്ങനെ എന്തോ പറയുന്നുണ്ട് സംഭവം. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തു സിനിമ എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്, കീർത്തി സുരേഷ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഇവർ ഈ വിൻസെൻ്റ് ഫാമിലി പ്ലാൻ ചെയ്തു സിനിമ എന്നുള്ളത്. ഇപ്പോൾ കീർത്തി സുരേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം നേരത്തെ പറഞ്ഞു മലയാളികൾ കൂടുതൽ തെലുങ്കിലേക്ക് പോകുന്നുണ്ടെന്ന്. അപ്പോൾ തെലുങ്കിൽ എങ്ങനെ മലയാളികൾ പോകുമ്പോൾ അവരുടെ ഒരു സ്വീകാര്യത എങ്ങനെ വരും? മലയാളികൾ എങ്ങനെ തെലുങ്കിൽ കഴിവുള്ളവർ അംഗീകരിക്കും. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഫസ്റ്റ് ലോജിക് എന്ന് പറയുന്ന സാധനം നമ്മൾ അവരിൽ ഒരാളായി മാറുക. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ ഈ ഷോളൊക്കെ ഇട്ടിരിക്കണം എന്നുള്ളത്. ഇത് തെലുങ്ക് സ്റ്റൈലാണ്. ഞാൻ അവരിൽ ഒരാളായി മാറിയതാണ്, മനസ്സിലല്ലേ? ഈ റെഡ്ഡികളെ പോലെയൊക്കെ ആയിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോഴാണ് അവർ നമ്മൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷ സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിച്ചിട്ട് അവർ പറഞ്ഞു വിടും. അപ്പം നമ്മളവിടെ പോയിട്ട് നമ്മൾ മലയാളം നമ്മളവിടെ പോയിട്ട് നമ്മൾ തെലുങ്ക് സംസാരിച്ച് നമ്മൾ അവരിൽ ഒരാളായി മാറുന്ന സമയത്താണ് നമ്മൾ അവർ സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്കുള്ളൊരു കഴിവ്, മലയാളി വേഗം എല്ലാം പഠിച്ചെടുക്കും, എല്ലാ ഭാഷകളും പഠിച്ചെടുക്കും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്നാൾ അനുപമയുടെ ഒരു സ്റ്റേജിൽ ഒരു ഇൻ്റർവ്യൂ പോലൊരു സംഭവം കണ്ടത്. ആ കുട്ടി മലയാളം പറയുന്ന പോലെയാണ് തെലുങ്ക് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ആ കുട്ടി അത് അവിടെ പല ആൾക്കാർക്ക് അറിയില്ല ആ കുട്ടി മലയാളിയാന്നുള്ളത്. ഒരു തെലുങ്ക് ആർട്ടിസ്റ്റായിട്ട് മാറി. എല്ലാം വമ്പൻ പടങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അഖണ്ഡയിൽ പോലും നമ്മുടെ നായിക എന്ന് പറയുന്നത് സംയുക്ത മേനോനാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അവരും ഈ പറഞ്ഞ പോലെ ആ ഒരു തെലുങ്കത്തിയായി മാറി അവരൊക്കെ, മനസ്സിലായി? അപ്പോൾ അവരവിടെ അംഗീകരിക്കും. ഈ കുംഭമേള കവർ ചെയ്ത ചിത്രമാണല്ലോ അഖണ്ഡ 2. അതിലെങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? കുംഭമേള എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയും വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കാണാൻ പറ്റുമെന്ന് പോലും ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല. അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മളെപ്പോഴും അത്രയും ഒരു ക്രൗഡ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഈ റിയൽ കുംഭമേളേൻ്റെ സമയത്ത് പോലും ഇവർ പോയിട്ട് ഷൂട്ട് ചെയ്തു. ആ റിയൽ ഫുട്ടേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിന് പുറമെ 1000 പേരെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് കുംഭമേള വീണ്ടും ഇവർ റീക്രിയേറ്റ് ചെയ്തു. 1000 പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നരിച്ചിരിക്കണം. അപ്പോൾ ഡയറക്ടർ ഒരു കേപ്പബിലിറ്റി അതാണ്. ഈ 1000 പേരെ ആ നാട്ടിലുള്ള ആൾക്കാരെയാണ് വിളിച്ചിട്ട് ചെയ്തത്. ഇവർക്ക് ഈ സിനിമ എന്താണെന്നോ ഇതിൻ്റെ വാല്യൂ എന്താണെന്നോ അറിയില്ല. ഇവർ വന്ന് അവിടെ നിന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് പോയി. 1000 പേര്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ അവിടെ ഒരുപാട് ടെൻഷനുള്ള അഘോരികൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. പിന്നെ എങ്ങനെ കാണുമ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പം നമ്മൾ പറയാം അഘോരികളുടെ കണ്ണുകൾ കണ്ടാൽ മതി എന്നൊക്കെ, അങ്ങനത്തെ കുറച്ച് അങ്ങനെ അഘോരികളുടെ കണ്ണുകൾ കണ്ടാൽ മതി എന്നല്ല, ഇവർ മനസ്സിലാവും കണ്ണുകൾ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ അവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമയെ കാണുന്ന ഒരു അഘോരി ടൈപ്പ് അല്ല അത് ശരിക്കും. അവരൊരു വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ. അവിടെ ഐ സോ എ ഫോറിനർ ലേഡി. അവർ അവിടുത്തെ ഒരു അഘോരിയായിട്ട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ കണ്ടുവരാം. അതൊരു വ്യത്യസ്തമായ സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛൻ തന്നെയാണോ റോൾ മോഡൽ? തീർച്ചയായിട്ടും. അച്ഛൻ നായകനായ അച്ഛൻ്റെ വില്ലനായ മകനാണ് ഞാൻ. അപ്പോൾ അച്ഛനെ റോൾ മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അച്ഛനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അച്ഛനാണ് പണ്ട് മുതലേ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് നീ നമ്മൾ വിൻസെൻ്റ് ഫാമിലി സിനിമയിലാണ്, നീ സിനിമയിൽ ചെയ്യണം എന്നുള്ളത് പറയുന്നത് അച്ഛനാണ്. ഈ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസിൻ്റെ PR-നെ കുറിച്ച് ചില കാര്യങ്ങൾ റോൺസൺ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിന് ശേഷം എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ബിഗ് ബോസിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കാൻ മാത്രം ഒരു വലിയ സംഭവമല്ല ബിഗ് ബോസ്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്നത്, അത്രേ ഉള്ളത്.
ഇപ്പം ബിഗ് ബോസിനെ കുറിച്ച് ആ സമയത്ത് PR-നെ കൂടെ പറഞ്ഞു അത് കരിയറിനെ ബാധിക്കുന്നുള്ളൊരു ഭയം അതൊന്നും ഉണ്ടായിരുന്നില്ല? എനിക്ക് ആരും ഭയമില്ല. ഞാൻ എന്തിനാ പേടിക്കണം? യഥാർത്ഥ വില്ലനാണ് ഞാൻ യഥാർത്ഥമില്ല. അങ്ങനെയല്ല, നമ്മളിത് പേടിക്കേണ്ട കാര്യമില്ല. സത്യം പറയാനെന്തിനാ പേടിക്കണേ? ഞാൻ PR ചെയ്തിട്ടില്ല. ഞാൻ ബിഗ് ബോസ് പോയത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ബിഗ് ബോസ് പോയി. ഞാൻ പൈസ ഉണ്ടാക്കാൻ പോയതാ. അപ്പോൾ എനിക്കത് കൊണ്ടുപോയിട്ട് ഈ കാറ്റ് പറത്താൻ പറ്റില്ല. ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ കളയാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. റോൺസ് പറഞ്ഞിരുന്ന പലരും അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും PR ചെയ്യുന്നുണ്ടാവും. PR മോശമാണോ ബിഗ് ബോസ് ചെയ്യുന്ന? PR മോശം എന്ന് പറഞ്ഞാൽ ടാലന്റ് ഇല്ലാത്ത ആള് PR ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ 92 ദിവസം PR ഇല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ജനങ്ങളെ എന്റർടൈൻ ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് തല്ലും പിടിയോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല. ഇല്ല. മനസ്സിലായില്ലേ? ബിഗ് ബോസിൽ തല്ലുണ്ടാക്കി മാത്രമേ നിൽക്കാൻ പറ്റൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോ, ഇറ്റ്സ് എ പബ്ലിക് തിങ്. അതായത് ഒരുപാട് ജനങ്ങൾ കാണുന്നതാണ്, വീട്ടിൽ മക്കളും പേരൻസ് ഒക്കെ കാണുന്നതാണ്. അതിൽ അന്തസ്സായിട്ട് നിൽക്കാൻ അറിയണം, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് അടി ഉണ്ടാക്കണം എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? അതൊരു കുടുംബമാണ്, ഒരു വീടാണ് കാണിക്കുന്നത്. വീട്ടിൽ സന്തോഷത്തോടുകൂടി എങ്ങനെ ഇരിക്കാന്ന് കാണിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടും അടി ഉണ്ടാക്കിയിട്ടും മറ്റവനെ തല്ലിയിട്ടല്ല നിൽക്കേണ്ടത് അവിടെ. അതല്ല ഷോ. പിടിച്ചടിക്കാനാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? മനസ്സിലായില്ലേ? അപ്പം അത് ഒരിക്കലും ഞാൻ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ല. ഒരു സ്ക്രിപ്റ്റും ഇല്ല. അത് പല ആൾക്കാർ പറയുമെങ്കിലും ബിഗ് ബോസിൽ പോയുള്ള ഈ 92 ദിവസത്തെ എക്സ്പീരിയൻസ് തന്നെ പറയുകയാണ്, ബിഗ് ബോസിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ല. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 4 പേര് ഒരു വീട്ടിലകത്തുണ്ടെങ്കിൽ അവർ രാവിലെ അവിടെ നിന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യും, ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കും. മതിയല്ലോ, അടി ഉണ്ടാവാൻ അത് മതിയല്ലോ. പക്ഷേ യോഗ്യതയില്ലാത്ത ആള് എന്ന് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ എൻ്റെ ഓരോ നോമിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. അതിനും നമുക്കൊരു അന്തസ്സ് വേണം. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാമിലി വി കം. നമ്മൾ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് അതുപോലെ ഇരിക്കും നമ്മളോട് പ്രതികരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണോ രണ്ടാമതൊരു റീ എൻട്രി പോലും ഇല്ലാത്തത് ബിഗ് ബോസിനോട് അകത്ത്? ദൈവം സഹായിച്ചിട്ട് വീണ്ടും പൈസക്ക് അത്യാവശ്യം വന്നിട്ടില്ല. എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തന്നെ ഗോപിചന്ദിന്റെ രാമബാണം എന്ന് പറഞ്ഞൊരു പടം, അതും ജസ്റ്റ് 45 ഡേയ്സിന്റെ ടൈമിൽ, അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ബിഗ് ബോസ് പോയിട്ട് ഫിസിക്കലി മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞു പോയിണ്ടായിരുന്നു. കാരണം ശാരീരികമായിട്ട് മൊത്തം പോയി നമ്മൾ. കാരണം ചോറും പരിപ്പേറിയും മാത്രമാണ് ജീവിതം അവിടെ. അപ്പം നമ്മൾ ഡെയിലി 2 ചിക്കനും മുട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ച് മസിലും ബിൽഡ് ചെയ്ത് ജിമ്മിൽ പോകുന്ന ഒരാൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഷാറ്റേർഡ് ആയിപ്പോകും. ആദ്യം ഇത് പറയുന്നില്ല ഇങ്ങനെ സംഭവം, റേഷൻ വഴിയാണ് ഫുഡ് കൊടുക്കുക? ഒരു സംഭവം പറയണില്ല. ഇല്ല. അതിന് പുറമെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പ്രോട്ടീൻ പൗഡർ 8 കിലോ കൊണ്ടുപോയി, എനിക്ക് തന്നില്ല. അപ്പോൾ നമ്മളിത് കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഇത് ഉള്ളിലെത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം. അതായത് ഉടുപ്പാണെങ്കിൽ പോലും. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു 2 സൂട്ട് കേസ് ഫുള്ള് ഡ്രസ്സ് കൊണ്ടേ കൊടുത്തു. ഞാൻ ഉള്ളിലെത്തിയപ്പോൾ എനിക്ക് 2 ടീഷർട്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 92-100 ദിവസത്തേക്ക് എനിക്ക് അലക്കാതെ ജീവിക്കാനുള്ള ഡ്രസ്സ് എൻ്റെ ഭാര്യ കൊടുത്തു വിട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഇല്ല. അതാണ് റേഷൻ. അപ്പം നമ്മളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഭവം, ഈ ഒരു ഗെയിം. അതാണ്. അതായത് നമ്മളെ കംഫർട്ട് സോൺ സ്പോയിൽ ചെയ്യുക, നമ്മളെ മാക്സിമം ഫ്രസ്ട്രേറ്റഡ് ആക്കുക, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക. അതാണ് ഈ ഗെയിം. ഇതൊരു മാർക്കറ്റിംഗ് അല്ലേ? അതായത് എങ്ങനെ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക, അത് കുറച്ചും കൂടെ ഫെയിമായ ആൾക്കാരെ അറിയിക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ആൾക്കാർ കാണുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. എനിക്ക് തന്ന 2 ടീഷർട്ട് ഞാൻ ദിവസം കൈകൊണ്ട് അലക്കിയിട്ട് മാറിയിട്ട് 2 ആഴ്ച ജീവിക്കേണ്ടി വന്നു. ഏത് 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയ ആളെ ഞാൻ, എന്നിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് അവരെ പരിപാടി. അതേപോലെ ഭക്ഷണം തരാതെ ഇരിക്കുക, മനസ്സിലായി? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വെള്ളമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാനും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ. തടിയാക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ എത്ര സ്മൂത്തായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു ആ സിറ്റുവേഷൻ. ഇപ്പം ഞാൻ കാട്ടിലൊക്കെ ഒരുപാട് കാലം നിന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നറിയാം. ഇപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാം, അല്ലെങ്കിൽ എന്തില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു, മനസ്സിലല്ലേ? ഐ എം നോട്ട് ബോൺ വിത്ത് ദ ഗോൾഡൻ സ്പൂൺ. അപ്പോൾ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചപ്പോഴേ ഇതല്ല. ഞാൻ എല്ലാ പണിയും എടുത്തിട്ടാണ് ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. എല്ലാ പണിയും എടുത്തിട്ട് ഈ ഫ്ലെക്സ് ഒട്ടിക്കാൻ കയറിയ മുതൽ ബോർഡ് ഒട്ടിക്കാനും എല്ലാ പരിപാടിക്കും പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട്
നമുക്കറിയാം എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് അറിയാം. അപ്പം അതിൻ്റെ അകത്ത് പോയിട്ട് ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ അത് കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രശ്നത്തിന് പുറമെ ബാക്കിയുള്ളവരെ മേത്ത് ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ സൈലൻ്റായി നിൽക്കാം. മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പ്രേക്ഷകർ കാണുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പിള്ളേരൊക്കെ ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. ഒരു സോഷ്യൽ മെസ്സേജ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയി, അതെനിക്ക് ഗുണമുണ്ടായി. എന്ത്? സാമ്പത്തികമായിട്ട്. ഇങ്ങനൊരു നെഗറ്റീവ് ഷോ നിങ്ങൾ വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണം ഉണ്ടാവും? ഒരു ഗുണമില്ല. വീട്ടിൽ നെഗറ്റിവിറ്റി വർദ്ധിക്കും അല്ലേ? നിങ്ങളെ പിള്ളേർ ഇതായിരിക്കും കണ്ടുപഠിക്കണത്. അപ്പോൾ ഈ ബിഗ് ബോസ് ഷോ നെഗറ്റീവ് ഷോ ആണെന്നാണ്? തീർച്ചയായിട്ടും. ഞാൻ വേറെ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബിഗ് ബോസ് ഷോ ഇസ് ഓൾവേസ് എ നെഗറ്റീവ് ഷോ. അത് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരാളെ തല്ലിയിട്ടും കുറ്റം പറഞ്ഞിട്ടും അല്ല ഇതിൻ്റെ അകത്ത് നിൽക്കേണ്ടത്. ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം. 92 ദിവസം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിപ്പോഴേ, ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യും, സന്തോഷിപ്പിക്കും ജനങ്ങളെ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? കഴിവില്ലാത്തതുകൊണ്ട്, ലിറ്ററലി കഴിവില്ലാത്തതുകൊണ്ട്. 92 ദിവസം ഞാൻ എൻ്റർടൈൻ ചെയ്യിച്ചു ആൾക്കാരെ പല തരത്തിൽ. അവിടെ 100 ചില്ലാനം ക്യാമറേൻ്റെ മുന്നിൽ ഞാൻ കട്ടു. എന്ത്? ഭക്ഷണം. ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കട്ടത്. 100 ചില്ലാനം ക്യാമറേൻ്റെ മുന്നിൽ ഞാൻ കക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഇത് ക്യാമറയിൽ വരുന്നുള്ളത്. സ്വാഭാവികം. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് നിൽക്കണം അവിടെ. അതിൽ ഏതൊരു ഷോയിൽ പറയണ്ടായിരുന്നു, റോൺസന്റെ ഷോ എടുത്ത് തന്നെ റോൺസൺ അതിന് പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. റോൺസൺ ഒന്നും മിണ്ടാതെ റോഡിൽ പട്ടി വരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഞാൻ നേരത്തെ റോൺസൺ പറഞ്ഞോണ്ടാ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു. അല്ല, അതാ ഞാൻ പറഞ്ഞത്, റോട്ടിൽ പട്ടി വരയ്ക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ബിഗ് ബോസ് അത് എൻ്റെ വീട്ടിലത്തെ പട്ടിയല്ല അത്. നാളെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. വൈ ഷുഡ് ഐ ബോദർ? ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ബിഗ് ബോസ് കണ്ടിട്ടില്ല, എൻ്റെ സീസൺ കണ്ടിട്ടില്ല, അതിന് ശേഷം കണ്ടിട്ടില്ല, ഇനി കാണൂല. കുറച്ച് തീരുമാനമാണ്. പിന്നെ കാരണം എനിക്ക് അത്രയും ഒരു ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ ഏറ്റെടുക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് അഖിൽ മാരാറ് കുറേ കാര്യങ്ങളൊക്കെ അഖിൽ മാരാറ് കഴിഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. PR-നെ കുറിച്ച് പറഞ്ഞു. PR പുള്ളി അനുകൂലിക്കുന്ന ഒരാളാണ്, കൊടുക്കാം, PR കൊടുക്കാം എന്നൊക്കെ പറയണം. പക്ഷെ അപ്പോഴും ബിഗ് ബോസിലേക്ക് ആൾക്കാരെ കടത്തി വിടുന്നത്, ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അഖിൽ മാരാറ് പറഞ്ഞത്. അതിലെന്താണ്? ഞാൻ സീരിയൽ ചെയ്യുന്നതുകൊണ്ട്, ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവരെന്നെ 4 വർഷം വിളിച്ചിട്ട് ആണ് ഞാൻ 4ാമത്തെ വർഷം പോകുന്നത്. പല സീരിയലുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഡേറ്റ്സ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്കാർ എങ്ങനെ അതിലേക്ക് പോകുന്നു. ഇപ്പോഴും പല ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കും, അതെ ചേട്ടാ ബിഗ് ബോസ് കയറാൻ എന്താ പരിപാടി? എനിക്കറിയില്ല. എന്നെ ഒരു 4 വർഷം വിളിച്ചിട്ട് ഞാൻ ലാസ്റ്റ് അവസാനം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ പോയി. അതന്നെ. ബിഗ് ബോസ് അപ്രതീക്ഷിതമായിട്ട് പോയതാണ്. സിനിമയിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെ തന്നെ ബിഗ് ബോസിൽ എത്തിപ്പെട്ടതാണ്. അത്രേ ഉള്ളൂ. അത് ആ സമയത്ത് എനിക്ക് വേറെ പ്രോജക്റ്റ് ഇല്ലായിരുന്നു. നോട്ട് ദ പോയിന്റ്. എനിക്ക് വേറെ സീരിയൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു തോന്നുന്നത്. അപ്പോൾ ആ ടൈം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ആയിട്ട് ആ ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട് പണി നടക്കുന്നത്. അപ്പോൾ പിന്നെ എന്നോട് വൈഫ് പറഞ്ഞു, എന്നാൽ പിന്നെ എന്തായാലും കുറേ ആയാലും അവർ വിളിക്കുന്നു, ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പോയത്. ഇപ്പോൾ റോൺസൺ പങ്കെടുത്ത സീസൺ ബിഗ് ബോസിലെ അതുപോലെയാണ് 24/7 ടെലികാസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ സംഘാടകർ തീരുമാനിച്ച ആൾക്കാരെ കൂടുതൽ കാണിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ കാണേണ്ടതല്ല, സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ കാണിക്കുക എന്നുള്ളൊരു വിവാദങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? മെയിനായിട്ട് ഈ 24/7 തുടങ്ങിയത് കൊണ്ട് തന്നെ അത് കണ്ട ആൾക്കാരാണ് എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 1 മണിക്കൂറിൻ്റെ ഷോ കാണിക്കുന്നതിൽ ഞാൻ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ വളരെ കുറച്ചുണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 24/7 ഞാൻ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കണ്ടത് കൊണ്ടാണ് ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയത്. മനസ്സിലായി? മെയിനായിട്ടുള്ളൊരു കാര്യം ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ഇത്രയും ക്യാമറേൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ബോധം വേണം. എന്ത്? നമ്മൾ എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ കാണിക്കുന്ന ഒരു മനുഷ്യന് എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാവും. ഒരു മനുഷ്യന് സന്തോഷമുള്ള ക്യാരക്ടർ ഉണ്ടാവും, സങ്കടമുള്ള ക്യാരക്ടർ ഉണ്ടാവും, ഫ്രസ്ട്രേറ്റഡ് ക്യാരക്ടർ ഉണ്ടാവും, പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ അയാൾ ചിന്തിക്കണം, ഈ ബിഗ് ബോസ് പോകുന്ന കണ്ടസ്റ്റൻറ്റ് ചിന്തിക്കണം, ആലോചിക്കണം, ഇവരെ കയ്യിലാണ് ഇതുള്ളത്. നിങ്ങൾ ഈ ഫ്രസ്ട്രേറ്റഡ് ക്യാരക്ടർ മാത്രം ഇവർ കട്ട് ചെയ്ത് അത് പുറത്തേക്ക് എയർ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ കാണുന്നത് എന്താണ്? ഇയാൾക്ക് ഇത് ഇങ്ങനെയാണ് ഇയാളെന്നുള്ളത്. മനസ്സിലായി? അപ്പോൾ ഒരു വ്യക്തിനെ ഡീഗ്രേഡ് ചെയ്യാനും ഷോ കൊണ്ട് പറ്റും. ഓക്കെ, ഞാൻ അവിടെ ഒരേ ലെവലിൽ നിന്നുകൊണ്ട്
ഇവർക്ക് എൻ്റെ വേറൊരു ഫേസ് കാണിക്കാനില്ല. മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഒരു എൻ്റർടൈനറാണ്. ഞാൻ ജനങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ അത് മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വേറൊരു മുഖം കാണിക്കാനില്ല അവിടെ. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അവിടെ പോകുന്ന കണ്ടസ്റ്റൻസിനോടുള്ള കാര്യമാണിത്. അതായത് അവരാദ്യം ആലോചിക്കണം, നിങ്ങളവിടെ എല്ലാ ഇമോഷൻസും ഇടുന്ന സമയത്ത് ഈ ഇമോഷൻ മൊത്തത്തിൽ അവിടെ പോകില്ല ടെലികാസ്റ്റിൽ. അതിലെന്ത് വേണമെന്നുള്ളത് ഇത് എഡിറ്റ് ചെയ്യുന്ന ആൾ തീരുമാനിക്കും. ഇപ്പോൾ ഈ അതിലുള്ള ഒരു കണ്ടസ്റ്റൻസ്, ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫ്രസ്ട്രേറ്റഡ് ക്യാരക്ടർ മാത്രം കാണിച്ചിട്ടുള്ളൂ. ആ കുട്ടി അങ്ങനെയല്ല. ആ കുട്ടീനെ പുറത്ത് പേഴ്സണലി പരിചയപ്പെട്ടപ്പോൾ ആ കുട്ടി അങ്ങനെയല്ല. പക്ഷെ ആ കുട്ടീനെ നമ്മൾ എയർ ചെയ്തിരിക്കുന്ന മൊത്തം ആ കുട്ടിയുടെ ഫ്രസ്ട്രേറ്റഡ് ക്യാരക്ടറാണ്. അതിൻ്റെ അകത്തുണ്ടായ ആ ട്രോമയിൽ ആ കുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് അയച്ചിരിക്കുന്നത്. അതിൽ ആ കുട്ടിയുടെ നല്ല ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ പോകുന്ന കണ്ടസ്റ്റൻസ് അത് ആലോചിക്കണം. നിങ്ങളെ നല്ല ഇമേജ് പുറത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണം. മനസ്സിലായി? ഞാൻ പറയല്ലേ, ഒരാൾക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാവും. ഈ നവരസം കാണിക്കുന്ന സമയത്ത് ഈ നവരസത്തിൽ ഏത് വേണമെന്നുള്ള അവർ തീരുമാനിക്കും. അത്രേ ഉള്ള സംഭവം. ഇപ്പോൾ റോൺസൺ ഇപ്പം പറഞ്ഞ ഇത് വെച്ചിട്ട് തന്നെ പിന്നെ അവിടുത്തെ സംഘാടകർ അവർക്ക് തീരുമാനിക്കാം ഏതൊക്കെ പുറത്ത് വിടണം. ക്യാമറേൻ്റെ അകത്ത് വരുന്ന സാധനം എന്ത് വിടണം എന്നുള്ള അവരല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 24/7 ലൈവ് എന്ന് പറഞ്ഞ കാര്യം അതും എഡിറ്റഡ് ആണ് വേഷം പോകുന്നത്. അല്ല, ലൈവായിട്ട് തന്നെ പോകും. ലൈവ് കാണിച്ചുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഉറക്കാത്തത്. നമ്മൾ ഉറങ്ങേണ്ടത് 2 മണിക്കാണ്, രാവിലെ 5 മണിക്ക് എഴുന്നേൽപ്പിക്കും. 3 മണിക്കൂറാണ് ഉറങ്ങുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ഫ്രസ്ട്രേറ്റ് ആക്കുവാന്നാണ് കിട്ടുന്നില്ല. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങണല്ലേ നിങ്ങൾ കാണുള്ളൂ. പ്രേക്ഷകർ നമ്മൾ ഉറങ്ങണ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഷോ മുന്നോട്ട് പോകണ്ടേ. അതുകൊണ്ട് ഉറക്കില്ല. നമ്മളെ ബിഗ് ബോസിൽ പങ്കെടുത്ത ആൾക്കാർ പ്രസ്താവനകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കാരണം പല കുടുംബങ്ങളും 2 വഴിയായി പോരുന്നുണ്ട്. അല്ലെങ്കിൽ കാമുകന്മാരുണ്ടെങ്കിൽ അത് പിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളെ ബിഗ് ബോസിൽ സംഭവിക്കുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ അതേ കാര്യം ഞാൻ പറഞ്ഞത്. എന്ത് കാണിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. എന്ത് കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും കൂടിയാണ്. നിങ്ങൾ എന്ത് കാണിക്കണം അതാണ് അവർ കാണിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് പ്രണയം നടത്തി കഴിഞ്ഞാൽ ഇത് പുറത്ത് ചിലപ്പം ഈ കാമുകം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. മനസ്സിലല്ലേ? അത് ഏതാണ് എയർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ എരിവും പുളിയുള്ള സാധനമല്ലേ പുറത്തേക്ക് വിടുള്ളൂ. അത്രേ ഉള്ളൂ.